Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. വീഡിയോ കാണുന്നുണ്ടോ മിസ്സിന്റെ? ഇല്ല മാം. ഇല്ല അല്ലേ? ഒരു മിനിറ്റ്, മിസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ആണോ? Okay, ma'am. എന്താണ് ബെസ്റ്റ് ഡേ ആയിട്ട് എല്ലാവരും അവധിയാണോ? വീട്ടിൽ സ്ട്രെങ്ത് കുറവാണല്ലോ. ഓക്കെ, ഇന്നലെയും കുറവായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? മെറ്റീരിയൽസ് മാനേജ്മെന്റ് നോക്കിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാം? ഓക്കെ, നമ്മ എവിടെ ഹൂ ഇഷ്യൂസ് എ പർച്ചേസ് ഓർഡർ വരെയല്ലേ മിസ് എടുത്തത്? പർച്ചേസ് ഓർഡർ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ബാക്കി എടുക്കട്ടെ മിസ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടോ കഴിഞ്ഞ ഭാഗത്ത്? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ പർച്ചേസ് ഓർഡർ അല്ലെ? നമുക്ക് പർച്ചേസ് ഓർഡറിനുള്ള ബെസ്റ്റ് പ്രാക്ടീസുകൾ ഏതൊക്കെയാണ്? മേക്ക് ഷുവർ you are using purchase order in the most efficient way with the following best practices അല്ലെ? ഇനി പറയുന്ന മികച്ച രീതികൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്? ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ നമുക്ക് എന്താണ് പർച്ചേസ് ഓർഡറുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടീസുകൾ അല്ലെ, മികച്ച രീതികൾ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർലി ഡിഫൈൻ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹാൻഡ്ലിംഗ് പർച്ചേസ് ഓർഡർ വിത്തിൻ ദ കമ്പനി അല്ലെ? ഒരു കമ്പനിയിൽ പർച്ചേസിംഗ് ഓർഡർ ആരാണ് ഹാൻഡ്ലിംഗ് ചെയ്യേണ്ടത് അല്ലെ? ഏത് എംപ്ലോയീസ് ആയിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടതെന്ന് വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ?
നമുക്ക് ഒരു കമ്പനിയില ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരുപാട് പേർക്ക് ആ ഒരു ഡ്യൂട്ടി കൊടുക്കാൻ പാടുണ്ടോ? പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റോ? ഒന്നിൽ കൂടുതൽ പറ്റില്ല അല്ലെ? എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയീസിനെ എന്താണ് റെസ്പോൺസിബിൾ ഏൽപ്പിക്കണം അല്ലെ? ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എന്താ പറ്റുക നോക്കിയേ, ഡു നോട്ട് allow employees to submit POS as needed since this practice might result in duplication orders അല്ലെ? എന്താണ്? ആവശ്യാനുസരണം പർച്ചേസ് ഓർഡറുകൾ സമർപ്പിക്കാൻ ജീവനക്കാരെ അനുവദിക്കരുത് അല്ലെ? എന്താണ്? നമുക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിന് പർച്ചേസ് ഓർഡറുകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ അനുവദിക്കരുത്. അത് എന്തുണ്ടാക്കുന്നു? ഡ്യൂപ്ലിക്കേഷൻ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നു അല്ലെ? അപ്പൊ നമുക്കറിയാം ഇപ്പൊ എന്താണ് ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒരു പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് റെസ്പോൺസിബിൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ പോലെ പർച്ചേസ് ഓർഡറിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തയ്യാറാക്കാം അല്ലെ? അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാം അല്ലെ? അപ്പൊ അതിൽ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു വർക്ക് ഏറ്റവും കാര്യക്ഷമമായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരാൾക്ക് റെസ്പോൺസിബിൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഓക്കെയാണോ? ഓക്കെയാണോ ബാക്കി എല്ലാവർക്കോ? ഒരു കമ്പനിയില് എന്താണ് കമ്പനിക്കുള്ളില് പർച്ചേസിംഗ് ഓർഡർ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ് ഉത്തരവാദി, ആർക്കാണ് റെസ്പോൺസിബിൾ എന്ന് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ കൂടാതെ ആവശ്യാനുസരണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പർച്ചേസ് ഓർഡറുകൾ സമർപ്പിക്കാൻ ജീവനക്കാരെ അനുവദിക്കരുത് അല്ലെ? അതെന്താണ്? ഡ്യൂപ്ലിക്കേഷൻ പർച്ചേസ് ഓർഡറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു. ഓക്കെയാണോ? അതാണ് ഫസ്റ്റത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് terms and condition with your purchase order that specify how to handle the purchase order and define each party's responsibilities അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പർച്ചേസ് ഓർഡറിന്റെ എക്സാമ്പിൾ കണ്ടോ? എക്സാമ്പിൾ കണ്ടില്ലേ? അതിലൊരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ് കണ്ടു? അപ്പൊ അതിലൊരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പർച്ചേസ് ഓർഡറുകൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? ആ ടേംസ് ആൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അതില് സപ്ലയേഴ്സും അല്ലെ പർച്ചേസർ പറയുന്ന ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് മാത്രമല്ലേ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആണ് അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ ഇൻക്ലൂഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ വിത്ത് യുവർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ഓർഡറുകള് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടുത്തുക. അപ്പൊ അതനുസരിച്ച് പർച്ചേസ് ഓർഡറുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ്? ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഈച്ച് പാർട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട് അല്ലെ? ഓരോ പാർട്ടികളുടെയും ഉത്തരവാദിത്തങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ സപ്ലയേഴ്സ് ആണെങ്കിൽ ഏത് ഡേറ്റിന് അവർക്ക് ആ ഒരു ഓർഡേഴ്സ് ഡെലിവറി ചെയ്യണം അല്ലെ? എന്ത് ഐറ്റംസ് ആണ് അവർക്ക് ഡെലിവറി ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നില്ലേ പർച്ചേസ് ഓർഡറില്? അപ്പൊ എന്താ? പർച്ചേസ് ഓർഡറുകളില് രണ്ടു പേരുടെയും റെസ്പോൺസിബിലിറ്റീസിലെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഡിഫൈൻ ചെയ്യണം. ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് യൂസ് ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റം ടു മാനേജ് പർച്ചേസ് ഓർഡർ. നമ്മൾ പർച്ചേസ് ഓർഡറുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അല്ലെ മാനേജ് ചെയ്യുന്ന അത് തയ്യാറാക്കാനും അത് സ്റ്റോർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോണിക് സിസ്റ്റം അല്ലെ കമ്പ്യൂട്ടർ പോലെയുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുക. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? ദിസ്
system abolishes unnecessary paperwork. അല്ലെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് unnecessary ആയിട്ടുള്ള അല്ലെ അനാവശ്യ പേപ്പർ വർക്കുകൾ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടോ? പേപ്പർ വർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് എഴുതി അല്ലെ പ്രിന്റ് ചെയ്ത് തയ്യാറാക്കണം അല്ലെ. ഇതിൽ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ ഫോർമാറ്റ് രൂപീകരിച്ചിട്ടാൽ മതി അല്ലേ? പർച്ചേസ് ഓർഡറിന്റെ ഫോർമാറ്റ് അതിൽ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് അനാവശ്യ പേപ്പർ വർക്കുകൾ ഒഴിവാക്കാനും and it allows you to more easily track your orders. അല്ലെ നമ്മുടെ ഓർഡേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ ഒരു പർച്ചേസ് ഓർഡർ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് വരില്ലേ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ അല്ലേ? അപ്പൊ നമ്മുടെ പർച്ചേസ് ഓർഡേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാനും ഈ ഒരു സിസ്റ്റം വഴി നമ്മൾ അത് മാനേജ് ചെയ്യുമ്പോൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അങ്ങനെ 3 പ്രാക്ടീസുകൾ, ബെസ്റ്റ് പ്രാക്ടീസുകളാണ് നമുക്ക് പർച്ചേസ് ഓർഡറുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? 3 എണ്ണം. ഓക്കെ, നെക്സ്റ്റ് purchase order will help you handle essential transactions for your business as easily as possible by keeping them well organized and easily referenced. അല്ലെ purchase order നമ്മുടെ എന്തിനാണ് സഹായിക്കുന്നത്? will help you handle essential transaction for your business as easily as possible by keeping them well organized. അല്ലെ നമ്മുടെ എന്താണ് ട്രാൻസാക്ഷൻസ് അല്ലെ ഇടപാടുകള് നമുക്ക് നല്ല രീതിയിൽ കണ്ടുപിടിക്കുക ഈസിലി ആയിട്ട് നടത്താനും അത് നല്ല രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അല്ലെ, സൂക്ഷിക്കാനും സാധിക്കുന്നുണ്ട് പർച്ചേസ് ഓർഡറിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് അല്ലെ സാധിക്കുന്നുണ്ടോ? വാങ്ങലും വിൽക്കലല്ലേ ഈ പർച്ചേസ് ഓർഡർ വഴി നമുക്ക് സാധിക്കുന്നു. കൂടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഫറൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഓഡിറ്റ് നടത്തണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് ട്രാക്ക് ചെയ്യണം, അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ പർച്ചേസ് ഓർഡർ സഹായിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ എന്താ നമ്മുടെ ബിസിനസ്സിലെ എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ ഇടപാടുകളെ കുറിച്ച് നമുക്ക് ഈസിലി ആയിട്ട് എന്താണ് അത് നല്ല രീതിയിൽ സൂക്ഷിക്കാനും കൂടാതെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിലി ആയിട്ട് റെഫറൻസ് ചെയ്യാനും ഈ പർച്ചേസ് ഓർഡറുകൾ ബിസിനസിനെ സഹായിക്കുന്ന ഒരു കമ്പനിയെ സഹായിക്കുന്നു. ഓക്കെയാണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് നടത്തണമെങ്കിൽ അല്ലെ നമുക്ക് പർച്ചേസ് ഓർഡർ നമ്മളെ സഹായിക്കുന്നുണ്ടോ? ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട് അല്ലെ. പിന്നെ ഒരു പർച്ചേസ് ഓർഡറിനെ കുറിച്ചുള്ള നമുക്ക് ഡീറ്റെയിൽസ് കിട്ടണം, കളക്ട് ചെയ്യണമെങ്കിൽ ഈ പർച്ചേസ് ഓർഡർ നമുക്ക് സഹായിക്കുന്നുണ്ടോ? പിന്നെ ഇൻകം അല്ലെ നമുക്ക് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നുണ്ടോ? ഇയർലി എക്സ്പെൻസ് ഉണ്ടല്ലേ. അപ്പൊ എന്താണ് ആ ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ അല്ലെ ഇടപാടുകളെ കുറിച്ച് അറിയാൻ നമുക്ക് പർച്ചേസ് ഓർഡർ സഹായിക്കുന്നില്ലേ, ഹെൽപ്പ് ചെയ്യുന്നില്ലേ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് സ്റ്റോക്ക് രജിസ്റ്റർ ആണ് പറയുന്നത്. സ്റ്റോക്ക് രജിസ്റ്റർ നമുക്ക് ഈ പർച്ചേസ് ഓർഡർ അതായത് ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ അല്ല, ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ലേ? ഷെയർ വിൽക്കൊക്കെ ചെയ്യില്ലേ ഒരു കമ്പനി? അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അവർ എന്ത് ചെയ്യും? അവരുടെ ഷെയർ വിൽക്കില്ലേ? കമ്പനി പല ഷെയറുകളാക്കി മാറ്റിയിട്ട് ഷെയർ വിൽക്കാറുണ്ടോ? കേട്ടിട്ടുണ്ടോ? അത് ഉണ്ട് ഷെയർ. അപ്പൊ അത് വാങ്ങുന്ന ആളെ എന്താ നമ്മൾ പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും അല്ലെ? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ആണോ? ആണ്. അപ്പൊ ആ ഒരു ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി അത്. നമുക്ക് ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്ററിന് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സെക്ഷനില് ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ബഷീറിന് അറിയോ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണെന്ന്? ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണെന്ന് അറിയോ?
നിങ്ങൾ ആർക്കെങ്കിലും അറിയോ ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് എന്താണെന്ന്? അറിയില്ല. ഓക്കെ, മിസ് എടുക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ആർക്കെങ്കിലും അറിയോ? സ്റ്റോക്കിന്റെ സെയിൽസ് ഡീറ്റെയിൽസ് കൂടാതെ എന്താണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ് അല്ലെ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ് അല്ലെ? അവര് നമ്മളിൽ നിന്ന് എത്ര ഷെയർ എടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സ്റ്റോക്ക് രജിസ്റ്റർ. അപ്പൊ നോക്കിയേ, a stock register is a detailed record kept of their shares issued by a corporation അല്ലെ? ഒരു കോർപ്പറേഷൻ, അതായത് ഒരു കമ്പനി അല്ലെ, ഇഷ്യൂ ചെയ്യുന്ന എന്താണ് ഷെയറുകളുടെയും ഷെയർ ഷെയറുകളുടെ എന്താണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡാണ് സ്റ്റോക്ക് രജിസ്റ്റർ. ആസ് വെൽ ആസ് എനി പർച്ചേസസ് ആൻഡ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ? ഇതിൽ എന്ത് വരുന്നുണ്ട്? ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള അല്ലെ റീപർച്ചേസുകളും കൈമാറ്റങ്ങളുടെയും വിശദമായ രേഖയാണ് സ്റ്റോക്ക് രജിസ്റ്റർ. അവർ എന്ത് ചെയ്യുന്നുണ്ട്? റീപർച്ചേസ് നടത്താലോ, തിരിച്ചു വാങ്ങാം അല്ലെ? ഇപ്പൊ നമ്മൊരു കമ്പനി, ഒരു കോർപ്പറേഷൻ അവരുടെ ഷെയർ കൊടുത്തു, പിന്നെ അവർ വീണ്ടും തിരിച്ചു വാങ്ങാലോ, ബൈബാക്ക് ചെയ്യാം അല്ലെ? അവര് ഷെയർ, ആ ഒരു കമ്പനിയുടെ ഷെയർ അവർ പ്രോഫിറ്റിലേക്ക് ആവുമ്പോൾ എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സ് തന്നെ തിരിച്ചു വാങ്ങില്ലേ? പ്രോഫിറ്റിലാവുമ്പോ നമുക്ക് തിരിച്ചു വാങ്ങാലോ, വാങ്ങാം അല്ലെ? അപ്പൊ അങ്ങനെ റീപർച്ചേസുകളുടെയും കൈമാറ്റങ്ങളുടെയും വിശദമായ രേഖയാണ് സ്റ്റോക്ക് രജിസ്റ്റർ. എന്താണ്? ഒരു കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്ന അല്ലെ, ഒരു കോർപ്പറേഷൻ നൽകുന്ന എന്താണ് ഷെയറുകളുടെയും ഷെയർ ഹോൾഡർമാർ തമ്മിലുള്ള റീപർച്ചേസുകളുടെയും കൈമാറ്റങ്ങളുടെയും വിശദമായ രേഖയാണ് സ്റ്റോക്ക് രജിസ്റ്റർ. ഓക്കെയാണോ? ഒരു കോർപ്പറേഷൻ അല്ലെ, ഇപ്പൊ നമുക്കറിയാം പല കോർപ്പറേറ്റ് കമ്പനികളുണ്ട് നമ്മുടെ ചുറ്റും. കേട്ടിട്ടുണ്ടോ? ആമസോൺ അല്ലെ, ഗൂഗിള്, ആമസോൺ, ആപ്പിള് അല്ലെ, മക്ഡൊണാൾഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ കേട്ടിട്ടുണ്ടോ? അവരെന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ കൊടുക്കുന്നുണ്ട് അല്ലേ? ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കൊടുക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് കോർപ്പറേറ്റ് കമ്പനികളുടെ അല്ലെ, കോർപ്പറേറ്റുകളുടെ കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളുടെയും ഷെയർ ഹോൾഡർമാർ തമ്മിലുള്ള റീപർച്ചേസുകളുടെയും കൈമാറ്റങ്ങളുടെയും വിശദമായ രേഖയാണ് സ്റ്റോക്ക് രജിസ്റ്റർ. ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് തമ്മില് ഇപ്പൊ നമ്മ ഒരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മ എന്ത് ചെയ്യും? ചിലപ്പോ നമ്മുടെ ഷെയർ വേറെ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യുമല്ലോ. കൈമാറ്റം നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വേറൊരാൾക്ക് അത് കൈമാറ്റം ചെയ്യല്ലേ? അപ്പൊ അങ്ങനെ കൈമാറ്റങ്ങളുടെയും റീപർച്ചേസുകളുടെയും വിശദമായ രേഖയാണ് സ്റ്റോക്ക് രജിസ്റ്റർ. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ്, a register is most commonly maintained by a publicly held company അല്ലെ? ഈ രജിസ്റ്റർ പ്രധാനമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? പബ്ലിക്കലി ഹെൽഡ് കമ്പനിയാണ് അല്ലെ? പൊതു ഉടമസ്ഥതയിലുള്ള അല്ലെ? നമ്മുടെ ഗവൺമെന്റ് കമ്പനീസ് ഇതിന്റെ ആവശ്യമുണ്ടോ? ഷെയർ വിൽക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? വേണ്ട അല്ലെ? അപ്പൊ എന്താണ്? പൊതു ഉടമസ്ഥതയിലുള്ള അല്ലെ, പബ്ലിക്കലി ഹെൽഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ബട്ട് ക്യാൻ കെപ്റ്റ് ബൈ എനി കോർപ്പറേഷൻ അല്ലെ? ചില സമയത്ത് പക്ഷെ ഇതെന്താണ്? നമ്മുടെ കോർപ്പറേറ്റുകളും സൂക്ഷിക്കുന്നുണ്ട് അല്ലെ, കെപ്റ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി വെയർ there are many ഷെയർ ഹോൾഡേഴ്സ് അല്ലെ? പ്രത്യേകിച്ച് ധാരാളം ഓഹരി ഉടമകളുണ്ട് അല്ലെ? ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അവർ ഷെയർ വിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഷെയർ ഹോൾഡേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് അവരിൽ നിന്ന് ഷെയർ വാങ്ങുന്നത്? പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെ? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അല്ലെ? അല്ലെ? ഇപ്പൊ നമ്മ എന്താണ്? ഒരു ഷെയർ ഇട്ട് കഴിഞ്ഞാല്
ആ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിന്റെ അനുപാതത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടോ? ഒരു പ്രോഫിറ്റിന്റെ വിഹിതം കിട്ടും അല്ലെ? നമുക്കൊരു വിഹിതം കിട്ടോ? കിട്ടും. അപ്പൊ എന്താ? അപ്പൊ എസ്പെഷ്യലി വെൻ there are many shareholders അല്ലെ? പ്രത്യേകിച്ചും ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് എന്താണ് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് types. There are three main types of inventory records. അല്ലെ? 3 തരത്തിലുള്ള ഇൻവെന്ററി റെക്കോർഡ്സുകളാണുള്ളത്. കാറ്റഗറി റെക്കോർഡ്സ്, വെൻഡർ റെക്കോർഡ്സ് ആൻഡ് ഐറ്റം റെക്കോർഡ്സ്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. അത് എന്താണെന്ന് പറയാമോ? കാറ്റഗറി റെക്കോർഡ്സ്. നമുക്കറിയാം, നമ്മ ഒരു ഐറ്റം വാങ്ങുകയാണെങ്കിൽ അല്ലെ, നമ്മ വിപണിയിൽ പല ഐറ്റംസും നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ലേ? പല ഐറ്റംസും പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെ? അത് പല കാറ്റഗറികളിലാണല്ലേ വരുന്നത്? പല ക്ലാസ്സുകളായിട്ടോ ഡിപ്പാർട്ട്മെന്റുകളായിട്ടോ കാറ്റഗറി ആയിട്ടല്ലേ വരുന്നത്? നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങിക്കുന്ന സാധനങ്ങളൊന്ന് നോക്കി വെക്കേ. റോ മെറ്റീരിയൽസ് വരുന്നുണ്ട് അല്ലെ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അല്ലെ? കടുക്, ഗ്രോസറി ഐറ്റംസ് വരുന്നുണ്ട് അല്ലെ? പിന്നെ എന്താണ്? ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട് അല്ലെ? ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട് അല്ലേ? ഇലക്ട്രോണിക്സ് ഉണ്ട് അല്ലേ? ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട് അല്ലെ? സ്റ്റേഷനറി ഉണ്ട് അല്ലെ? ക്ലോത്തിങ് ഉണ്ട് അല്ലെ? അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇല്ലേ? അപ്പൊ എന്താണ്? അങ്ങനെയുള്ള നമ്മ എന്താണ് ഐറ്റംസിനെ പല ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിനെയാണ് കാറ്റഗറി റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കാറ്റഗറി റെക്കോർഡ്സിലും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന വിവരങ്ങൾ, ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മ എഴുതി ചേർക്കുന്നത്. നെക്സ്റ്റ് വെൻഡർ റെക്കോർഡ്സ്. വെൻഡർ റെക്കോർഡ്സ് ഒക്കെ എന്തായിരിക്കും? മറ്റേ അതിൽ നമ്മൾ പറഞ്ഞ കാറ്റഗറി, ഓരോ കാറ്റഗറി അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. വെൻഡർ റെക്കോർഡ്സ് ഒക്കെ എന്തായിരിക്കും? സപ്ലയേഴ്സിന്റെ അല്ലെ? വെൻഡേഴ്സിന്റെ വിവരങ്ങൾ ഉൾപ്പെടുന്നത് അല്ലെ? നമ്മ ഏത് സപ്ലയേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മ ഏത് കമ്പനീസിൽ നിന്നാണ് നമ്മ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതുന്നത് അല്ലെ? അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഐറ്റം റെക്കോർഡ്. ഐറ്റം റെക്കോർഡ് അപ്പൊ എന്തായിരിക്കും? നമ്മൾ സെയിൽ നടത്തുന്ന ഒരു ഐറ്റംസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, സാധനങ്ങൾ അല്ലെ? നമ്മ സെയിൽ നടത്തുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഐറ്റം റെക്കോർഡ്സ്. ഓക്കെ ആണോ? മിസ് ഇനി പറഞ്ഞോട്ടെ, ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? അതൊക്കെ ഇനി നോക്കാം അല്ലെ? കാറ്റഗറി റെക്കോർഡ്സ് കീപ് ഇൻഫർമേഷൻ അബൌട്ട് ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് അല്ലെ? നമ്മ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സിന്റെ ഇൻഫർമേഷൻസ് സൂക്ഷിക്കുന്നതാണ് കാറ്റഗറി റെക്കോർഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഫർണിച്ചർ അല്ലെ? അല്ലെങ്കിൽ സ്റ്റേഷനറി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെ? അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് അല്ലെ? അല്ലെങ്കിൽ ഡ്രഗ്സ്, അതേപോലെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സിന്റെ വിവരങ്ങൾ കീപ്പ് ചെയ്യുന്ന റെക്കോർഡാണ് കാറ്റഗറി റെക്കോർഡ്. യു മേ ഹാവ് ഹിയർ ദം കോൾഡ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ക്ലാസ്. നമുക്ക് ഇതിനെ ഡിപ്പാർട്ട്മെന്റ് എന്നോ അല്ലെങ്കിൽ ക്ലാസ് എന്നോ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ? Artisan allows multiple level of categorization. So we just call them a category. നമ്മ artisan allows എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ആർട്ടിസൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും പല ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്, കാറ്റഗറൈസേഷൻ ഉണ്ട് അല്ലെ? നമുക്ക് ആർട്ടിസ്റ്റ് എന്താണ്? ഹാൻഡ് മെയ്ഡ് ചെയ്യുന്ന ഒരു ഐറ്റം മാത്രമാണ് നമുക്ക് വിപണിയിൽ ലഭിക്കുന്നത്. ജ്വല്ലറി ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട് അല്ലെ? ജ്വല്ലറി ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ഹോം ഡെക്കർ ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലെ? ഒരുപാട് ഐറ്റംസ് നമുക്ക് ലഭിക്കുന്നില്ലേ? അപ്പൊ എന്താണ്? ആർട്ടിസൻ അലൗസ് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് കാറ്റഗറൈസേഷൻ. ഈ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ പല കാറ്റഗറി, പല വിഭാഗത്തിൽ പെടുന്നത് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ വി ജസ്റ്റ് കോൾ ദം എ കാറ്റഗറി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്ത് പറയുന്നു? കാറ്റഗറി എന്ന് പറയുന്നു അല്ലെ? ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. Next, vendor records keep information about the companies and people you buy products and service from. എന്താണ്?
നമ്മള് ആ ഒരു കമ്പനി keep information about the companies and people you buy products and service. നമ്മ ഒരാളിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സപ്ലയേഴ്സ് ഒരു പീപ്പിളിൽ നിന്നോ പ്രോഡക്ട്സുകളോ സർവീസുകളോ വാങ്ങുകയാണെങ്കിൽ അവരുടെ വിവരങ്ങൾ ആ കമ്പനിയെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ ആ വെഞ്ചറെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്നതാണ് വെൻഡേഴ്സ് റെക്കോർഡ്. അവരുടെ അഡ്രസ് എന്താണ് അല്ലെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. നെക്സ്റ്റ് ഐറ്റം റെക്കോർഡ്സ് ആർ ദ ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ് ഓർ സർവീസസ് ദാറ്റ് യു സെൽ. എന്താണ്, നമ്മ വിൽക്കുന്ന വ്യക്തിഗത പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ സർവീസുകളെ സർവീസുകളോ ഉൾക്കൊള്ളിക്കുന്നതാണ് ഐറ്റം റെക്കോർഡ്. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ എന്താണ് ഒരു ഷാമ്പു അല്ലെങ്കിൽ സോപ്പ് ഐറ്റംസ്, കോസ്മെറ്റിക് അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഐറ്റംസിനെ കുറിച്ച് റെക്കോർഡ്. ഇപ്പൊ ഷാമ്പു തന്നെ നമുക്ക് പല ബ്രാൻഡിൽ പ്രിപ്പയർ ചെയ്യാം അല്ലെ, പല ബ്രാൻഡില്, അതേപോലെ പല ഇതിലും ഉണ്ടാക്കാലോ. അലോവേരയുടെ ഷാമ്പു ഉണ്ടാക്കാം അല്ലെ, നീമിന്റെ ഷാമ്പു ഉണ്ടാക്കാം അല്ലെ, പലതരത്തിലുള്ള ഷാമ്പൂസ് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് ഷാമ്പൂവിന് തന്നെ ഒരു റെക്കോർഡ് വേണ്ടി വരും അല്ലെ, ഒരു ഐറ്റം റെക്കോർഡ് വേണ്ടേ. അപ്പൊ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെ ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്, വ്യക്തിഗത പ്രോഡക്ട്സുകളോ അല്ലെങ്കിൽ സർവീസുകളുടെയോ വിവരങ്ങള് ഉൾക്കൊള്ളിക്കുന്ന ഒരു റെക്കോർഡാണ് ഐറ്റം റെക്കോർഡ്. You may have heard of them called SKUS. നമ്മ ഇതിനെ SKUS എന്നും വിളിക്കുന്നുണ്ട് അല്ലെ. SKUS എന്ന് പറഞ്ഞാല് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്. നമ്മ ഒരു പ്രോഡക്റ്റിനെ ആൽഫബറ്റിക് ഒക്കെ കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മ റെക്കോർഡ് ചെയ്ത് വെക്കില്ലേ, ആൽഫബറ്റിക്കൽ ഓർഡർ ആൽഫബറ്റിക് ഒക്കെ വെച്ച് കാണിട്ട്. അപ്പൊ അങ്ങനെയായിരിക്കും നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമ്മ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് SKUS എന്ന് പറയുന്നത്, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്. അപ്പൊ നമുക്ക് ആ ഒരു ആൽഫബറ്റ് അടിച്ചു കൊടുത്തത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ അത് എത്ര നമുക്ക് ബാലൻസ് ഇരിക്കുന്നുണ്ട്, നമുക്ക് അത് എത്ര സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? SKUS എന്ന് പറഞ്ഞാൽ a unique alphabetical code, a unique alphabetical code used to by retailer and distributor to identify and track individual product. ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് മനസ്സിലാക്കുന്നതിനോ അതല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യുന്നതിനോ നമ്മുടെ റിറ്റെയിലറോ അതല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആളുകളോ അതിനെ കോഡിഫൈ ചെയ്യുന്നതിനെയാണ് ആൽഫബറ്റിക് കോഡിഫൈ ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, SKU is a unique alphabetical code, used to by retailer and distributor to identify and track individual product. അതായത് നമ്മുടെ കയ്യിൽ നമ്മ സപ്ലൈ ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ ആയ സാധനങ്ങൾ അല്ലെ, ഒരു പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നതിന് വേണ്ടി ഐഡന്റിഫൈ ചെയ്യുന്നതിനും അത് എത്ര ക്വാണ്ടിറ്റിയിലുണ്ട് അതിന്റെ പ്രൈസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മ ഉപയോഗിക്കുന്ന ആൽഫബറ്റിക്കൽ കോഡിനെയാണ് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മ ടീഷർട്ട് ഒക്കെ വിൽക്കുന്ന കമ്പനികൾ ഉണ്ടാവും അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, പല കളർ ടീഷർട്ട് ഉണ്ടാവും അല്ലെ. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. പല കളർ ടീഷർട്ട് ഉണ്ടാവും അല്ലെ, ബ്ലാക്ക് ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും ഇല്ലേ, ഉണ്ടാവും. അതേപോലെ
എന്താണ് വുമൻസ് ഇടുന്ന ടീഷർട്ടുകൾ ഉണ്ടാവും, ജെന്റ്സ് ഇടുന്ന ടീഷർട്ടുകൾ ഉണ്ടാവും അല്ലേ? ആണോ? അപ്പൊ അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഇതിനും ഓരോ കോഡുകൾ കൊടുക്കുന്നുണ്ട്. മിസ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. കണ്ടോ? BLU-L-M ഒന്ന് പറയാമോ? അതെന്താണ് കോഡിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? BLU എന്ന് പറഞ്ഞാല് ബ്ലൂ കളറില് ലാർജ് ടീഷർട്ട് മെൻസ് അല്ലേ? അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കില്ലേ? ബ്ലൂ കളറില് ലാർജ് ടീഷർട്ട് മെൻസിൻ്റെത്. നമുക്കത് ഫുള്ള് കൊടുക്കണോ? ബ്ലൂ കളർ ടീഷർട്ട് ലാർജ് സൈസ് മെൻസ് ടീഷർട്ട് എന്ന് കൊടുക്കണോ? അത് നമ്മൾ ചെറുതാക്കി കൊടുത്തിരിക്കുന്നതാണ് അല്ലെ? ആൽഫബറ്റ്സ് ഉപയോഗിച്ച് ചെറുതാക്കി കൊടുത്തിരിക്കുകയാണ് അല്ലെ? അപ്പൊ അത് നമുക്ക് ആ ഒരു കോഡ് നമ്മ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നുണ്ട് അല്ലെ? അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടോ? അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റുകൾ ഉപയോഗിച്ച് നമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഐറ്റംസ് നമ്മ റെക്കോർഡ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ പല കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് അത് സ്റ്റോക്ക് ചെയ്യാനായി സാധിക്കുന്നു. Next, each item record must have a category and vendor associated with it. അല്ലെ? എന്താണ്, ഓരോ റെക്കോർഡിലും ഓരോ വിഭാഗവും അതുമായി ബന്ധപ്പെട്ട വെഞ്ചറും ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ ഒരു ഐറ്റം റെക്കോർഡ് കീപ്പ് ചെയ്യുമ്പോൾ അത് ഏത് കാറ്റഗറി ആണ്, ഫർണിച്ചർ ആണോ, കോസ്മെറ്റിക് ആണോ, ക്ലോത്ത്സ് ആണോ അല്ലെ, റോ മെറ്റീരിയൽ ആണോ, ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണോ അല്ലെ, അങ്ങനെയുള്ള ഏത് കാറ്റഗറി ആണ്, അത് ഏത് വെഞ്ചർ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് കൂടി ഉൾപ്പെടുത്തുക. ഓക്കെ ആണോ? ഓക്കെ അല്ലല്ലോ? കാറ്റഗറി, വെഞ്ചർ, ഐറ്റം. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Before you can start selling a product, at least one of each of these record. നമ്മൊരു സാധനം, നമ്മൊരു കമ്പനി തുടങ്ങിയിട്ട് നമ്മൊരു സാധനം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന 3 റെക്കോർഡുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ കൈവശം വേണം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഈച്ച് ദീസ് റെക്കോർഡ്സ് അല്ലെ? ഒരു റെക്കോർഡെങ്കിലും നമുക്കത് വിതരണം സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. ഓക്കെ ആണോ? ഒന്നില്ലെങ്കിൽ കാറ്റഗറി റെക്കോർഡ് വേണം, അല്ലെങ്കിൽ വെഞ്ചർ റെക്കോർഡ്സ് വേണം, അതല്ലെങ്കിൽ ഐറ്റം റെക്കോർഡ്സ് നിർബന്ധമായും ആവശ്യമാണ്. ഓക്കെ ആയോ? നെക്സ്റ്റ്, പർപ്പസ് ഓഫ് സ്റ്റോക്ക് രജിസ്റ്റർ. ഒരു സ്റ്റോക്ക് രജിസ്റ്ററിന്റെ പർപ്പസ്, ഉദ്ദേശം എന്തായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ആ ഷെയർ ഹോൾഡേഴ്സിന്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെ, അവരുടെ കൈമാറ്റങ്ങള്, റീപർച്ചേസുകളല്ലേ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആണോ? ആണ്. അപ്പൊ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്തായിരിക്കും? ആ ഒരു ആൻസർ മിസ് പറഞ്ഞതിൽ തന്നെയുണ്ട് അതിനുള്ള ആൻസർ. ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇട്ടോ സ്റ്റോക്ക് രജിസ്റ്ററിൽ നിന്ന്, സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഇട്ടോ. അല്ലേ? ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും, സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടും അല്ലേ? നോക്കിയേ, purpose of stock register. The purpose of the stock register database is to keep a record of the history of a company's securities traders. അല്ലെ? ഒരു സെക്യൂരിറ്റി ട്രേഡുകളുടെ ഹിസ്റ്ററി സൂക്ഷിക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് രജിസ്റ്ററുടെ ലക്ഷ്യം. കമ്പനി സെക്യൂരിറ്റി ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ, ഷെയറുകൾ ഉണ്ടാവുമല്ലോ.
അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളുടെ ഹിസ്റ്ററി സൂക്ഷിക്കുക അല്ലെ. നമ്മ ആർക്ക് ഏത് ഷെയർ ഹോൾഡേഴ്സിനാണ് വിറ്റിരിക്കുന്നത് അല്ലെ, അവർക്ക് എത്ര ക്യാഷിന് എത്ര മൂല്യത്തിനാണ് നമ്മ ആ ഷെയർ വിറ്റിരിക്കുന്നത് അല്ലെ, അത് എന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അങ്ങനെ കുറെ ഹിസ്റ്ററി ഉണ്ട് അല്ലെ. ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഉണ്ടോ ഇല്ലേ? ഇപ്പൊ ഞാൻ എന്റെ കമ്പനിയുടെ ഷെയർ ഒരു 20 പേർക്ക് വിറ്റിട്ടുണ്ട്. അപ്പൊ ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ ഒരു അപ്പൊ ഈ 20 ഷെയറിനും ഞാനൊരു യൂണീക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് അനു വാങ്ങിച്ചിട്ടുണ്ട്, അനിത വാങ്ങിച്ചിട്ടുണ്ട്, ദേവി കൃഷ്ണ വാങ്ങിച്ചിട്ടുണ്ട്, റോസ്മേരി വാങ്ങിച്ചിട്ടുണ്ട്, രമ്യ മേടിച്ചിട്ടുണ്ട്, സെമി, അങ്ങനെ ഒരുപാട് പേര് എന്റെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഓരോരുത്തർക്കും ഓരോ യൂണീക്ക് നമ്പർ, ഓരോ നമ്പർ ഇട്ടിട്ടായിരിക്കും ആ ഷെയർ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു നമ്പർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ആ ഒരു നമ്പറിലെ ഷെയർ ആരാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലെ, അവര് എത്ര വാല്യൂന് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ, അവര് ആ ഷെയർ നമ്മളിൽ നിന്ന് എന്നാണ് പർച്ചേസ് ചെയ്തത് അല്ലെ, നമ്മുടെ പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റേജ് നമ്മൾ അവർക്ക് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കോ, ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി നമ്മുടെ സെക്യൂരിറ്റി ട്രേഡ്സുകൾ, നമ്മൾ കൊടുക്കുന്ന ട്രേഡ്സുകളുടെ ആ ഒരു ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോക്ക് രജിസ്റ്ററുടെ പർപ്പസ്. ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കോ എന്ത് പറ്റി? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ ആണോ? Okay, next, this database also records the stock register database il endokka karyangal record cheyyunnundu, details concerning a company stock as well as information regarding a company stock holders alle. എന്താണ് ഈ ഡാറ്റാബേസ്? ഈ കമ്പനിയുടെ സ്റ്റോക്കിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ അല്ലെ, അവിടെ കമ്പനീസിൽ എന്തൊക്കെ സ്റ്റോക്കുകൾ ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള വിശദാംശങ്ങളും കൂടാതെ കമ്പനിയുടെ സ്റ്റോക്ക് ഉടമകളെ കുറിച്ച് അല്ലെ, ഓഹരി ഉടമകളെ സംബന്ധിച്ച വിവരങ്ങളും ഇതില് രേഖപ്പെടുത്തുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം അല്ലെ, സ്റ്റോക്ക് രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്ര സ്റ്റോക്ക് ഉണ്ട്, നമ്മളിലെ ആരൊക്കെ നമ്മളിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സ് നമ്മളിൽ ഉണ്ട് അല്ലെ, ആരൊക്കെ എത്ര ഷെയർ വാങ്ങിയിട്ടുണ്ട് അല്ലെ. ക്ലിയർ ആയില്ലേ? സ്റ്റോക്ക് രജിസ്റ്റർ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്താണ് ഈ ഡാറ്റാബേസ്, നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്റർ ഡാറ്റാബേസിൽ നമ്മളിലെ എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ, നമ്മളിലെ നിന്ന് ആരൊക്കെ ഷെയർ വാങ്ങിയിട്ടുണ്ട് അല്ലെ, ഓഹരി ഉടമകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് പബ്ലിക്കലി traded company must maintain precise and complete register at all times so that the company can fully trust the information it involves its stock and shareholders. ഒരു പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് എന്ത് ചെയ്യണം? അവര് ഒരു കൃത്യമായിട്ടുള്ളതും പൂർണ്ണമായിട്ടുള്ള ഒരു രജിസ്റ്റർ അവർ സൂക്ഷിക്കണം. എല്ലാ സമയത്തും ഓൾ ടൈംസ് അല്ലെ, എല്ലാ സമയത്തും സൂക്ഷിക്കണം. അത് എന്ത് ചെയ്യുന്നുണ്ട്? സോ ദാറ്റ്, അതുകൊണ്ട് തന്നെ the company can fully trust the information it involves its stock and shareholders. അപ്പൊ ആ ഒരു രജിസ്റ്റർ ഉൾക്കൊള്ളുന്ന സ്റ്റോക്കുകളുടെ വിവരങ്ങളും ഷെയർ ഹോൾഡേഴ്സിന്റെ വിവരങ്ങളും നമുക്ക് വിശ്വാസയോഗ്യമാണോ? ട്രസ്റ്റ് ആണോ? കൃത്യമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ അല്ലേ നമ്മുടെ, അപ്പൊ എന്താണ് ഒരു കമ്പനി പ്രിസൈസ് കൃത്യമായിട്ടുള്ളതും പൂർണ്ണമായിട്ടുള്ള ഒരു രജിസ്റ്റർ തയ്യാറാക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ആ കമ്പനിയുടെ സ്റ്റോക്കും ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് വിശ്വസിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആണോ? ഒരു രജിസ്റ്റർ നമ്മൾ തയ്യാറാക്കുന്ന ഒരു രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്ററോ എന്ത് രജിസ്റ്റർ ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കും? ആ രജിസ്റ്റർ ഇൻകംപ്ലീറ്റ് ആണെങ്കിലോ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല അല്ലെ. എവിടെയൊക്കെ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ് അല്ലെ, കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ?
ഇല്ല. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കോ? ട്രസ്റ്റ് വേർത്തി ആയിരിക്കോ? വിശ്വാസയോഗ്യമായിരിക്കോ? ഇല്ല. അപ്പൊ നോക്കിയേ, ഇതിൽ പറയുന്നത് നോക്കിയേ, പ്രിസൈസ് ആൻഡ് കംപ്ലീറ്റ് രജിസ്റ്റർ അല്ലെ. എന്താണ് ഒരു കമ്പനിയുടെ എന്താണ് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്റർ എല്ലാ സമയത്തും പൂർണ്ണമായതും കൃത്യമായിട്ടുള്ളതുമായിരിക്കണം. ഇത് ആ ഒരു കമ്പനിയുടെ സ്റ്റോക്കിനെ കുറിച്ചും അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചും അവർക്ക് തന്നെ വിശ്വാസം ഉണ്ടാക്കുന്നു. ഓക്കെ ആണോ? പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവർക്കും? Next, data going into stock register include a live update of incoming stock purchases and outgoing stock sales. അല്ലെ, എന്താണ് ഈ ഡാറ്റയില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ലൈവ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ അല്ലെ. എന്തൊക്കെയാണ്? ഇൻകമിംഗ് സ്റ്റോക്ക് പർച്ചേസുകൾ അല്ലെ. എന്താണ് നമ്മൾ എന്തൊക്കെ സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കൂടാതെ നമ്മൾ എന്തൊക്കെ സ്റ്റോക്കുകൾ സെയിൽ ചെയ്തിട്ടുണ്ട് അല്ലെ, വിൽപ്പന നടത്തി ഔട്ട്ഗോയിങ് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് the following information is in a stock register. കൂടാതെ താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഒക്കെ നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഉണ്ടായിരിക്കുന്നു. ഇൻഫർമേഷൻ കൺസേണിംഗ് സ്റ്റോക്ക് ട്രേഡേഴ്സ് അല്ലെ. സ്റ്റോക്ക് ട്രേഡേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ, നമ്മളിൽ നിന്ന് ആരൊക്കെ സ്റ്റോക്കുകൾ ഷെയർസ് സ്വീകരിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. സ്റ്റോക്ക് ബൈബാക്സ് അല്ലെ. നമ്മ എന്താണ് ഓഹരി തിരിച്ചു വാങ്ങുമല്ലോ. ചില സമയത്ത് നമ്മൾ ഓഹരി വിറ്റിട്ട് നമ്മൾ പ്രോഫിറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കമ്പനി പ്രോഫിറ്റ് വരുമ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന് നമ്മൾ തിരിച്ചു വാങ്ങോ? ഓഹരി തിരിച്ചു വാങ്ങൽ വാങ്ങോ? വാങ്ങില്ല. വാങ്ങൂല്ലേ? ആ ഒരു എന്താണ് നമുക്ക് പ്രോഫിറ്റ് വരുമ്പോ നമുക്ക് ഷെയർ ആർക്കെങ്കിലും കൊടുക്കണോ? നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയി കഴിയുമ്പോഴോ? ചില കമ്പനി എന്തായിരിക്കും, അവർ ലോസിലാവുന്ന സമയത്തായിരിക്കും, അവർക്ക് പൈസ ആവശ്യമായ സമയത്തായിരിക്കും അവർ ഷെയർ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഷെയർ കൊടുത്ത് അവർക്ക് പൈസ ഒക്കെ കിട്ടി, അവര് നല്ല രീതിയിൽ കച്ചവടമൊക്കെ തുടങ്ങി അവർക്ക് പ്രോഫിറ്റിൽ കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവര് വാങ്ങിച്ച ഷെയറുകൾ തിരിച്ചു കൊടുത്ത് തിരിച്ചു വാങ്ങും അല്ലെ ആ ഷെയർ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് ബൈബാക്സ്. നെക്സ്റ്റ് സ്റ്റോക്ക് റിട്ടയർമെന്റ്. സ്റ്റോക്ക് റിട്ടയർമെന്റ്സ് എന്ന് പറഞ്ഞാല് ഒരു കമ്പനി അവരുടെ ഓഹരികള് തിരിച്ചു വാങ്ങുകയും പിന്നീട് അത് റദ്ദാക്കുകയും ചെയ്യുക. ഇപ്പൊ അവർക്ക് തോന്നുകയാണ് ആ ഓഹരി കൊടുക്കണ്ട, എന്നിട്ട് അവര് തിരിച്ചു വാങ്ങാന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് റദ്ദാക്കാം. അപ്പൊ അങ്ങനെയുള്ളതാണ് സ്റ്റോക്ക് റിട്ടയർമെന്റ്. ഓക്കെ. ബൈബാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വാങ്ങി. റിട്ടയർമെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ബൈബാക്സ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് റദ്ദാക്കുന്നതാണ്, ക്യാൻസൽ ചെയ്യുന്നതാണ് സ്റ്റോക്ക് റിട്ടയർമെന്റ്. ഓഹരി വിരമിക്കൽ. ഓക്കെ ആണോ? കുറച്ച് ടഫാണ് അല്ലെ ലാസ്റ്റ് ഭാഗമായപ്പ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഉണ്ടോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ മക്കളെ. ഇത് മിസ് എടുത്തു കഴിഞ്ഞ് അങ്ങനെ തന്നെ മടക്കി വെക്കരുത് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മിസ്സിന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്താണ്, പഠിക്കാണ്ട് നിവൃത്തിയില്ലല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ ഒന്ന് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളും മറന്നു പോകും. This information provides the company with the ability to know the number of outstanding shares at any point in a time. അല്ലെ, ഇത് ഉപയോഗിച്ച് ഈ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഉപയോഗിച്ച് എന്താണ് ആ ഒരു കമ്പനിക്ക് കുടിശ്ശികയുള്ള ഷെയറുകളുടെ എണ്ണം അറിയാനുള്ള കഴിവ് ലഭിക്കുന്നു അല്ലെ. ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് എന്താണ്, കുടിശ്ശികയുള്ള ഷെയർസ് ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനായി ഈ സ്റ്റോക്ക് രജിസ്റ്റർ കൊണ്ട് അവർക്ക് സഹായിക്കുന്നു. Next, a stock register helps companies in the following areas. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ a stock register helps companies in the following areas. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് രജിസ്റ്റർ സഹായിക്കുന്ന അല്ലെ, ഹെൽപ്പ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് അല്ലെ.
അല്ലെ? സ്റ്റോക്ക് മാനേജ്മെന്റിന് സഹായിക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററുകൾ എന്ത് പറഞ്ഞു? സ്റ്റോക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. സ്റ്റോക്കുകളും ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസും അല്ലെ? സ്റ്റോക്കുകളും ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസും. അപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. ഒരു കമ്പനിയിലെ സ്റ്റോക്ക് മാനേജ്മെന്റ് അല്ലെ? എത്ര സ്റ്റോക്ക് ഉണ്ട്, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇൻവെന്ററി മാനേജ്മെന്റ്. കൂടാതെ ഷോർട്ടേജ് പ്രിവെൻഷൻ അല്ലെ? ഷോർട്ടേജ് വരുന്നത് തടയാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് സ്റ്റോക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലെ? ഓരോ ഹോസ്പിറ്റലിലാണെങ്കിൽ എന്താണ് എമർജൻസി ഡ്രഗ്സുകൾ, അതല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ടുള്ള ഗുഡ്സുകളൊക്കെ എത്ര വേണമെന്നുണ്ടല്ലോ? മിനിമം എത്ര സ്റ്റോക്ക് വേണമെന്നുണ്ടല്ലോ? അപ്പൊ ആ ഒരു ക്ഷാമം അല്ലെ, ഷോർട്ടേജ് നമുക്ക് തടയാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് സപ്ലൈ മെയിൻ്റെനൻസ് അല്ലെ? എന്താണ്? നമുക്ക് ഉൽപ്പന്ന വിതരണം പരിപാലിക്കാൻ സാധിക്കുന്നുണ്ടോ? സപ്ലൈ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ എന്ത് വേണം? നമുക്ക് എല്ലാ സ്ഥലത്തേക്കും സാധനങ്ങൾ, ഗുഡ്സുകൾ എത്തിച്ചു കൊടുക്കണോ? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സുകള്, സർവീസുകളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണോ? അവർക്ക് ആവശ്യമായ ഒരു ഷോർട്ടേജും വരാതെ അല്ലെ? ഒരു മെറ്റീരിയൽ, ഗുഡ്സ്, സർവീസുകൾ ഒരു ഷോർട്ടേജും വരാതെ അവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള സപ്ലൈ മെയിൻ്റെനൻസിന്, ഉൽപ്പന്ന അല്ലെ, ഒരു പ്രോഡക്റ്റ് വിതരണത്തിന്റെ പരിപാലനത്തെ നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്റർ സഹായിക്കുന്നുണ്ട്. ആണോ? ബാക്കി എല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആവാത്ത ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ പറ, മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. എല്ലാവർക്കും ഓക്കെ ആണോ? പ്രോഡക്റ്റ് സപ്ലൈ മെയിൻ്റെനൻസ് അല്ലെ? ബാക്കി എല്ലാവരും ഓക്കെ. നെക്സ്റ്റ് each shares held by a shareholder is given a select number that is used to locate the share. നേരത്തെ മിസ് പറഞ്ഞു, ഞാൻ എന്റെ കമ്പനിയുടെ ഷെയർ പലർക്കും കൊടുത്തു അല്ലെ? നിങ്ങളിലുള്ള പലർക്കും തന്നിട്ട് ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ആ ഒരു ഷെയർസിന്. അപ്പൊ അതാണ് ഈ ഇതിൽ പറഞ്ഞ എന്താണ്? ഒരു ഷെയർ ഹോൾഡറിന്റെ കൈവശമുള്ള അല്ലെ, ഞാൻ കൊടുക്കുന്ന ഷെയർ ഹോൾഡറിന്റെ കൈവശമുള്ള ഓരോ ഷെയറും കണ്ടെത്താൻ കണ്ടെത്താൻ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു തിരഞ്ഞെടുക്ക നമ്പർ കൊടുക്കുന്നു അല്ലെ? ഒരു ഷെയർ ഹോൾഡർ നമ്പർ കൊടുക്കുന്നു. അപ്പൊ നോക്കി, ബൈ യൂസിങ് ദിസ് നമ്പർ, ഈ നമ്പർ ഉപയോഗിച്ച് കണ്ടിട്ട് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഡിറ്റർമിൻഡ് അല്ലെ? നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഫസ്റ്റ് പറയുന്നത് each share held by a shareholder is given a select number that used to locate the share. എന്താണ്? നമുക്ക് ആ ഷെയർ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ നമ്പർ ഉപയോഗിച്ച് കണ്ടിട്ട് നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഫസ്റ്റ് എന്താണ്? ഓണേഴ്സ് നെയിം അല്ലെ? ആ ഷെയർ ആരാണ് വാങ്ങിയിരിക്കുന്നത് അല്ലെ? അപ്പൊ അനിതയാണെങ്കിൽ അനിത. ഓണേഴ്സ് അഡ്രസ്, അനിതയുടെ അഡ്രസ്. ഫോർ വാല്യൂ ഓഫ് സ്റ്റോക്ക് വെൻ പർച്ചേസ്ഡ്, ആ പർച്ചേസ്, ആ ഒരു ഷെയർ അവർ വാങ്ങുന്ന സമയത്ത് അതിന്റെ മൂല്യം എത്രയായിരുന്നു. രണ്ടാമത് പറയുന്നത് ആ ഓരോ ഷെയർസും നമ്മൾ ഇഷ്യൂ ചെയ്തത് എപ്പോഴാണ്, ആ ഒരു ഇഷ്യൂ ഡേറ്റ്, പർച്ചേസിംഗ് ഡേറ്റ് അല്ലെ? അവര് പർച്ചേസ് ചെയ്ത നമ്മളിൽ നിന്ന്, ആ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിയ ഡേറ്റ് എന്നാണ്. ാണോ? അപ്പൊ നമുക്ക് നേരത്തെ ഒരു ഹിസ്റ്ററി പറഞ്ഞു അല്ലെ? സ്റ്റേക്ക് ട്രേഡേഴ്സ്, സെക്യൂരിറ്റി ട്രേഡേഴ്സ്. പെർ വാല്യൂ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്നിൽ നിന്ന് ഞാനൊരു ഷെയർ ചിലപ്പോ 1 lakhനായിരിക്കും കൊടുക്കുന്നത്.
അപ്പൊ അവരാ കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ എത്രയായിരുന്നു? ചിലപ്പോ എങ്കിൽ നിന്ന് അവരെത്ര ചിലപ്പോ 2 ഷെയർ വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 ഷെയർ വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഷെയറിന്റെ പെർ വാല്യൂ, ഒരു ഷെയറിന്റെ വാല്യൂ എത്രയായിരുന്നു? ഓക്കെ ആണോ? Okay. Next, including issue dates and purchasing dates allows companies to follow the history of its stock. അല്ലെ, നമുക്ക് ഈ ഇഷ്യൂ ഡേറ്റും പർച്ചേസും ഡേറ്റും ഉൾപ്പെടുത്തുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ കമ്പനിക്ക് ആ ഒരു സ്റ്റോക്കിന്റെ ഹിസ്റ്ററി ഫോളോ ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, ടു കീപ് ദിസ് ഇൻഫർമേഷൻ ആക്യുറേറ്റ്, നമ്മൾ ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എന്തായിരിക്കണം? ഇൻഫർമേഷൻസ് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. സ്റ്റോക്ക് റിക്വയേഴ്സ് റീ രജിസ്ട്രേഷൻ ആഫ്റ്റർ എ സെയിൽ ടു ന്യൂ ഓണേഴ്സ്. അല്ലെ, എന്താണ് നമ്മൾ ഈ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. അല്ലെ, പുതിയ ഉടമകൾക്ക് വിൽപ്പന നടത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്കുകൾ വീണ്ടും രജിസ്ട്രേഷൻ ആവശ്യമാണ്. അല്ലെ, നമ്മ വീണ്ടും പുതിയ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് റീ രജിസ്റ്റർ ചെയ്യണ്ടേ? ഇപ്പൊ ഞാൻ എന്റെ സ്റ്റോക്ക് ഒരാൾക്ക് കൊടുത്തു, എന്റെ ഷെയർ ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും റീ രജിസ്റ്റർ ചെയ്യണ്ടേ? വാങ്ങിയ പുതിയ ഓണറുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യാൻ അല്ലെ വേണ്ടേ? ഇപ്പൊ അനിതയുടെ ഷെയർ റോസ്മേരിക്ക് കൊടുത്തു. അപ്പൊ പിന്നെ വീണ്ടും എന്ത് ചെയ്യണം? അനിതയുടെ പേര് മാറ്റിയിട്ട് അവരെ റോസ്മേരിയുടെ പേര് രജിസ്റ്റർ ചെയ്യണ്ടേ? രണ്ടാമത് രജിസ്റ്റർ ചെയ്യണം അല്ലെ? പറഞ്ഞ എന്താണ്? സ്റ്റോക്ക് റിക്വയേഴ്സ് റീ രജിസ്ട്രേഷൻ ആഫ്റ്റർ എ സെയിൽ ടു ന്യൂ ഓണേഴ്സ്. നമ്മുടെ സ്റ്റോക്ക് വേറൊരാൾക്ക് വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? പുതിയ ഓണറുടെ പേര് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ ആണോ? Information concerning the transfer and the new owner requires an entry into the database. അല്ലെ, നമ്മ കൈമാറ്റമൊക്കെ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? പുതിയ ഉടമയും സംബന്ധിച്ച വിവരങ്ങളും നമ്മ ഡാറ്റാബേസിലേക്ക് എൻട്രി ചെയ്യണം. ഇപ്പൊ നമ്മൾ നേരത്തെ പഴയ ഓണേഴ്സിന്റെ നെയിം അടിച്ചിട്ടുണ്ട്, അഡ്രസ് അടിച്ചിട്ടുണ്ട് അല്ലെ? അവര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ എത്രയായിരുന്നു അല്ലെ? അതേപോലെ എന്ത് ചെയ്യണം? നമ്മത് ആ ഒരു ഷെയർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് കൈമാറ്റം നടത്തുമ്പോൾ പുതിയ ഓണേഴ്സിന്റെ വിവരങ്ങൾ നമ്മ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമ്മ റീ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ വരുന്നത് വാട്ട് ഈസ് സ്റ്റോക്ക് രജിസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ. നമുക്ക് അതാണല്ലേ വേണ്ടത് അല്ലേ? അപ്പൊ നോക്കിയേ, വാട്ട് ഈസ് സ്റ്റോക്ക് രജിസ്റ്റർ ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണ്? ദിസ് സോഫ്റ്റ്വെയർ നോട്ടിഫൈസ് ദ ക്ലിനിക്, hospital and doctors about the stock available. എന്താണ്? നമുക്ക് ഈ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഉപയോഗിച്ച് കണ്ടിട്ട് ഹോസ്പിറ്റലിലെ ക്ലിനിക്സുകള്, ഹോസ്പിറ്റലുകാർക്ക്, ഡോക്ടേഴ്സിന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ മനസ്സിലാക്കാനായി സാധിക്കുന്നു അല്ലെ? ആ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ നോക്കിയിട്ട് which helps them reload from time to time, thereby allowing doctors to prescribe the patient with the right medicine. എന്താണ്? ഈ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഉപയോഗിച്ച് കാണിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഈ സ്റ്റോക്ക് രജിസ്റ്റർ നമ്മ which helps them reload from time to time അല്ലെ? നമ്മുടെ അപ്ഡേറ്റുകൾ വരുത്തണം. പറഞ്ഞില്ലേ മിസ്? സോറി കേട്ടോ, സോറി മിസ് എടുക്കാം, വിട്ടുപോയതാണ്. The stock register is a valuable asset in situation of loss or theft. അല്ലെ, എന്താണ് ഈ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്? നമുക്ക് വാല്യബിൾ ആയിട്ടുള്ള അല്ലെ ഒരു വിലപ്പെട്ട ഒരു അസറ്റ്, സ്വത്താണ് അല്ലെ? എന്താണ്? ആ കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് നമുക്ക് ഈ സ്റ്റോക്ക് രജിസ്റ്ററിലൂടെ അറിയാൻ സാധിക്കുന്നു. If a stock certificate needs to be replaced, the stock register provides the information needed and also assist in verifying that the claim is accurate. നമ്മുടെ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യണം, നമ്മൾ ഒരാളിൽ നിന്ന് മാറ്റി വേറൊരാളിലേക്ക് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നത് എവിടെന്നാ?
ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് ഒരാള് എന്റെ അടുത്ത് ആ ഒരു എന്റെ കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുതന്നു, സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ടുതന്നു അല്ലെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടുതന്നാല് അത് ആക്യുറേറ്റ് ആണോ, ക്ലിയർ ആണോ, സത്യസന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കും? എങ്കിലും നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റോക്ക് രജിസ്റ്ററിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുമോ? ആ, സ്റ്റോക്ക് രജിസ്റ്ററിൽ നോക്കിയാൽ പോലെ നമ്മ പറഞ്ഞ സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മുടെ സ്റ്റോക്കുകളെ കുറിച്ച് അല്ലെ, എന്താണ് നമ്മുടെ സ്റ്റോക്ക് ട്രേഡേഴ്സിനെ കുറിച്ച്, ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവൂലേ? പിന്നെന്താണ്, ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഏത് നമ്പർ ആണ് അല്ലെ ഷെയർ കൊടുത്തിരിക്കുന്നത് എന്ന് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്താ, the stock register provides the information needed. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ സ്റ്റോക്ക് രജിസ്റ്റർ തരുന്നു. കൂടാതെ and also assist in verifying that the claim is accurate. അല്ലെ, ആ ഒരു ക്ലെയിം കൃത്യമാണോ എന്ന് നമുക്ക് ഈ സ്റ്റോക്ക് രജിസ്റ്ററുടെ സഹായത്തോടെ മനസ്സിലാക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ മറ്റൊരു മിസ്സിന് നാളെ എടുക്കാം. മിസ്സിന് നെക്സ്റ്റ് പീരീഡ് ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും ഓക്കെ അല്ലേ? മിസ് ഒന്ന് എടുത്തത് വായിച്ചു നോക്കാട്ടോ. മിസ് വീണ്ടും പറയാണ്, വായിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. ഒന്നാമത് നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു ഏരിയ ആണ് അല്ലെ ഷെയർ ഹോൾഡേഴ്സും ഷെയർ മാർക്കറ്റും ഒക്കെ. ആരെങ്കിലും പഠിച്ചിട്ടൊക്കെ ഉണ്ടോ അല്ലേ? അപ്പൊ എന്താണ്, നമുക്ക് പരിചയമില്ലാത്തൊരു ഭാഗമാകുമ്പോ നമുക്ക് പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ മനസ്സിലിരിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യാട്ടാ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.